നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 3-ാം തീയതി കേരള ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദിനങ്ങളിൽ ഒന്നായി ഭാവി ചരിത്രകാരന്മാർ കുറിച്ചിടും. അതെന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, ചാനലുകൾ അവർ നിങ്ങളോട് പറയില്ല. പക്ഷെ പതിയെ പതിയെ നിങ്ങൾ അറിയും. കഴിഞ്ഞ 18 ദിവസങ്ങളായി തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നുകൊണ്ടിരുന്ന കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ സമാപന ദിനം എന്ന നിലയിലായിരിക്കും അത് ചരിത്രത്തിൽ ഇടം പിടിക്കുക. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തിരുനാവായ കടപ്പുറത്ത് കുറഞ്ഞതൊരു 3 ലക്ഷം പേരെങ്കിലും ഉണ്ടാവും. സന്ധ്യയാവുമ്പോഴേക്കും ആൾക്കൂട്ടം ഇരട്ടിയായി മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക കേരള ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു ഏടായി മാറുകയാണ് ഈ കഴിഞ്ഞ 18 ദിവസങ്ങൾ. 250 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ മലബാറിന്റെ അധികാരം കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് അവസാനിപ്പിച്ച മാമാങ്കത്തിന്റെ പുനരവതാരമാണ് ഇക്കഴിഞ്ഞ 18 ദിവസങ്ങളിൽ തിരുനാവായ കടപ്പുറത്ത് നടന്നത്. മാമാങ്കം എന്ന് പറയുന്നത് ചോരയിൽ കുളിച്ച ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 12 വർഷത്തിൽ ഒരിക്കൽ പ്രാചീന കേരള കാലം മുതൽ എല്ലാ നാട്ടുരാജാക്കന്മാരും തിരുനാവായ കടപ്പുറത്ത് ഒരുമിച്ചുകൂടി പ്രജകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമായിരുന്നു. അവിടെ എത്തപ്പെടാതിരിക്കാൻ ഒരു രാജാവിനും സാധിക്കുമായിരുന്നില്ല. രാജാക്കന്മാർ അവരുടെ 12 വർഷത്തെ ഭരണം വിലയിരുത്തിയിരുന്നത്, പ്രജകളുടെ വേദനകൾ കേട്ടിരുന്നത്, ഇനി വരാൻ പോകുന്ന 12 വർഷം അവർ ഭരിക്കാനുള്ള ദിശാബോധം തീരുമാനിച്ചിരുന്നത് ഒക്കെ അവിടെ വെച്ചായിരുന്നു. അതൊരു നാട്ടുത്സവമായിരുന്നു. കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കലാരൂപങ്ങളും, ആഘോഷങ്ങളും, സാംസ്കാരികോത്സവങ്ങളും ഒക്കെ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നിരുന്നു. നമുക്കറിയാം, പ്രാചീന ചരിത്രം എന്ന് പറയുന്നത് ഏറ്റുമുട്ടലിന്റെയും യുദ്ധത്തിന്റെയും കീഴടക്കലിന്റെയും അധിനിവേശത്തിന്റെയും ഒക്കെ സംയുക്ത വേദിയായിരുന്നു. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. കയ്യൂക്കുള്ളവൻ എല്ലാം പിടിച്ചെടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ അവന്റെ ജീവൻ ഈ അധികാര സംവിധാനങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കി. അക്കാലത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത് ഈ മഹാമാഘ മഹോത്സവത്തിൽ മാത്രമായിരുന്നു. അതിന്റെ പുനരവതരണമാണ് 250 വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജനുവരി 18 ആരംഭിച്ചതും ഇന്ന് അവസാനിക്കുന്നതും. തമിഴ്നാട്ടിലെ ത്രിമൂർത്തിമലയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നിലാനദിക്ക് ആരതി ഒഴിയാൻ ത്രിമൂർത്തിമലയിലെ ആചാര്യന്മാർ പോലും എത്തിച്ചേർന്നിരുന്നു. സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹിന്ദുക്കളായ ഭക്തർ കേട്ടും അറിഞ്ഞും ഓരോ ദിവസവും അങ്ങോട്ട് പ്രവഹിക്കുകയായിരുന്നു. 50,000 മുതൽ 1 ലക്ഷം പേർ വരെ അവിടെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ആ പ്രവാഹത്തിന്റെ ഏറ്റവും ശക്തമായ ദിനമായി ഇന്ന് മാറുന്നു. തൃപ്പങ്ങോട്ടപ്പനും തിരുമാന്താംകുന്ന് അമ്മയും തിരുനാവായ നവാമുകുന്ദരും തവനൂർ ബ്രഹ്മദേവനും തളി ശിവനും മഹാലക്ഷ്മിയും ഒരുമിക്കുന്ന ദേശത്താണ് ഹിന്ദു ഭക്തർ കഴിഞ്ഞ 18 ദിവസം അവന്റെ അസ്തിത്വം കണ്ടെത്തിയത്. കഴിഞ്ഞ കുറെ കാലമായി കേരളം കപട മതേതരത്വത്തിന്റെ ചട്ടക്കൂടണിഞ്ഞ് ഹിന്ദു സംസ്കാരത്തെയും ഹൈന്ദവ ആരാധനയും പോലും തള്ളിപ്പറയുന്ന, കുറിതട്ടവനെ കണ്ടാൽ പേടി തോന്നുമെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്തേക്ക് മാറിയിരുന്നു. ആ ഹിന്ദു സ്വത്വത്തിന്റെ തിരിച്ചുവരവാണ് കഴിഞ്ഞ 18 ദിവസം നമ്മൾ കണ്ടത്. മതത്തിനും ജാതിക്കും വർഗീയതയ്ക്കുമൊക്കെ അപ്പുറം ആത്മീയ തേജസ് നേടി 18 ദിവസവും ഇവിടേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. കേരള കുംഭമേള എന്ന നിലയിൽ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലും ദേശീയ ചാനലുകളിലും നിരന്തരം വന്നുകൊണ്ടിരുന്നു. മറുനാടനെ പോലെ ചിലർ ഒഴിച്ചാൽ ഈ മഹാമേളയെക്കുറിച്ച് മൗനം പാലിക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിച്ചത്. മറുനാടന്റെ ലേഖകൻ പലതവണ അവിടെ പോവുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി ലോകത്തെ കാണിക്കുകയും ചെയ്തിരുന്നു. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അത് ഒപ്പിയെടുത്ത് അതിനെ പൊലിപ്പിച്ച് കാണിക്കുന്ന മലയാള മാധ്യമങ്ങൾ ബോധപൂർവം ഇവിടെ ഹിന്ദു നവോത്ഥാനം സംഭവിക്കുമോ, ഹിന്ദു ഒരുമ സംഭവിക്കുമോ എന്ന് ഭയന്ന് അകലം പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതൊന്നും ഈ മഹോത്സവത്തിന് തടസ്സമായില്ല. ഭഗവാൻ ദേവഗണങ്ങളെ ഇറക്കി സംരക്ഷണം ഒരുക്കിയപ്പോൾ ആരും ഒരു പ്രചരണവും കൊടുക്കാതെ തന്നെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. ജനക്കൂട്ടത്തെ കണ്ട് ഭയന്നുപോയ മാധ്യമങ്ങൾ പ്രാദേശികമായി വാർത്ത കൊടുത്തു എന്നത് സമ്മതിക്കുന്നു. എന്നാൽ അത് പ്രാദേശികമായി ആ ഭാഗത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ അവർ ആ പ്രചരണം അവസാനിപ്പിക്കുകയായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്തിനപ്പുറത്തേക്ക് ഇതിന്റെ യശസ് ഉയരാതിരിക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവം ചർച്ച ഒഴിവാക്കി. ഇതിനേക്കാൾ എത്രയോ അധികം പ്രാധാന്യമാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള ഇക്കഴിഞ്ഞ വർഷം നടന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്. ഒരു പരിധിവരെ അതിന്റെ വിമർശനങ്ങൾ കണ്ടെത്താനാണ് ശ്രമിച്ചതെങ്കിലും ആ ആൾക്കൂട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു. ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രാചീന രീതിയെയും അപരിഷ്കാരത്തെയും കുറിച്ച് പറയാനായിരുന്നു അവർ സമയം കണ്ടെത്തിയത്. എന്നാൽ ഈ കേരളത്തിൽ ഇങ്ങനൊരു മഹോത്സവം നടന്നപ്പോൾ എന്തുകൊണ്ടോ അവർക്കൊക്കെ മൗനമായിരുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും അതാർത്ഥത്തിൽ ശരിയല്ല. കുംഭമേളകൾ 4 ഇടങ്ങളിൽ മാത്രമാണ്: പ്രയാഗ്രാജിലും ഹരിദ്വാറിലും ഉജ്ജയിനിലും നാസിക്കിലും.
പാലാഴി മഥനം കഴിഞ്ഞ് അമൃതകുംഭം കണ്ടെത്തിയപ്പോൾ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടത്തിയതായി ഐതിഹ്യം പറയുന്നു. അസുരന്മാരുടെ കൈകളിലേക്ക് അമൃതകുംഭം പോവാതിരിക്കാൻ ഗരുഡ ഭഗവാൻ അമൃതകുംഭം കൊത്തിപ്പറന്നത്രേ. ഒരുപാട് ദൂരം പറന്നു വലഞ്ഞ ഗരുഡൻ 4 ഇടങ്ങളിൽ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ അമൃതകുടം തൂവിയതിന്റെ ഓർമ്മയ്ക്കാണ് ഈ 4 ഇടങ്ങളിലും മാഘമാസത്തിൽ കുംഭമേള നടത്തുന്നത്. ഭാരതീയ പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും അതിനിർണായക സംഭവമായി കുംഭമേള പതിയെ പതിയെ മാറുകയായിരുന്നു. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ വെച്ചാണ് ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള മഹാമണ്ഡലേശ്വരായി സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ നിയോഗിക്കുന്നത്. അത് അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസ സമൂഹമായ ജുന അഖാഡയുടെ ദക്ഷിണേന്ത്യൻ ചുമതലക്കാരനാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ. കാളികാ പീഠം അധ്യക്ഷനും കൊട്ടാരക്കര അവധൂതാശ്രമത്തിന്റെ ചുമതലക്കാരനുമായ സ്വാമി ആനന്ദവനം ഭാരതിയെ മഹാമണ്ഡലേശ്വരായി നിയോഗിച്ചത് അത്യപൂർവമായ അനുഭവമായിരുന്നു. ഈ സ്വാമിയുടെ പൂർവാശ്രമത്തെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ SFI എന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവും സർക്കാരിനെതിരെ സമരം നടത്തി അടിവരക്കെട്ടി ജയിലിൽ വരെയായ, പിന്നീട് മാതൃഭൂമി ദിനപത്രത്തിന്റെ സബ് എഡിറ്റർ ട്രെയിനിയായി കയറിയ ഒരു പൂർവാശ്രമം ഈ സ്വാമിക്കുണ്ട് എന്ന് ഓർപ്പിക്കുന്നത് ഉചിതമാണ്. പ്രയാഗ്രാജിൽ നിന്ന് മടങ്ങിയെത്തിയ സ്വാമി മഹാമണ്ഡലേശ്വർ എന്ന നിലയിൽ മഹാമാഘ മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഈ സംഭവം ആരംഭിക്കുന്നത് വരെ മിണ്ടാതിരുന്നു. കേരളത്തിന്റെ മഹത്തായ ഈ പാരമ്പര്യം പുനരവതരിപ്പിക്കാൻ ചിലരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രാദേശികമായി ഒതുങ്ങിപ്പോയിരുന്നു. ജുന അഖാഡ അത് ഏറ്റെടുത്തതോടുകൂടിയാണ് അതിന് ദേശീയ ശ്രദ്ധയുണ്ടാവുന്നത്. മഹാമാഘ മഹോത്സവത്തിന് തടസ്സം വയ്ക്കാൻ സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയതോടെ മാത്രമാണ് വിവാദത്തിലൂടെ ഇത് വാർത്തയാകുന്നത്. ഇതൊന്നും ഇതിന്റെ നടത്തിപ്പിനെയോ വളർച്ചയോ ബാധിച്ചില്ല. വിശേഷൽ പൂജയും അമൃത സ്നാനവുമായി 18 ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. ആയിരക്കണക്കിന് ഭക്തർ അവിടെ എത്തി നിലയിൽ മുങ്ങി പുണ്യം തേടി. സർക്കാർ മുഖം ധരിച്ചു നിന്നെങ്കിലും ലാഭമുണ്ടാക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാവാം മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം KSRTC അധിക സർവീസ് നടത്തിയിരുന്നു. ഋഷികേശിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പ്രത്യേക ട്രെയിനാണ് റെയിൽവേ മന്ത്രാലയം അനുവദിച്ചത്. അനേകം ട്രെയിനുകൾക്ക് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ ഭാരതപ്പുഴയുടെ തീരത്തെത്തി പുണ്യസ്നാനം നടത്തി പുണ്യം തേടി മടങ്ങി. ഹിന്ദു ഏകീകരണവും ആത്മീയ ഉണർവും ഭയന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ച മഹാമാഘ മഹോത്സവം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഓരോ 12 വർഷം കൂടുമ്പോഴും മാമാങ്കത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാമാഘ മഹോത്സവം ഇനി ഇവിടെ അരങ്ങേറുകയാണ്. കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന ചരിത്രത്തിലെ സുവർണ ഏടായി മാറിയിരിക്കുന്നു ഈ മഹോത്സവം.